എപ്പോഴും നമ്മൾ സമ്പത്ത്, വസ്തുക്കൾ ഇതൊക്കെ നേടുന്നതിലാണ് തൃപ്തി കണ്ടെത്തുക. എന്നാൽ ബന്ധങ്ങൾ നേടുന്നതിലാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്നലെ എൻ്റെ ജീവിതത്തിലൊരു പ്രത്യേക അനുഭവം ഉണ്ടായി. തിരുവനന്തപുരത്തു നിന്ന് ഒരാൾ എന്നെ ഫോണിൽ വിളിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എവിടെ നിന്നോ നമ്പർ തപ്പിയെടുത്തതാണ്. അദ്ദേഹം നമ്പർ തപ്പിയെടുക്കാനായിട്ടുള്ള കാരണം 1-2 ഇൻ്റർവ്യൂകൾ എന്നെ എടുത്തത് കണ്ട് അതിന് ശേഷം എൻ്റെ പേരടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറേ വീഡിയോകൾ കണ്ട് അങ്ങനെ അദ്ദേഹം എന്നെ വിളിച്ചത്. അദ്ദേഹം വിളിച്ചപ്പോൾ പറഞ്ഞൊരു വാക്കാണ് നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഇന്നേ ദിവസം പറയുക. ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്: ഒരു ദിവസം ഒരു നല്ല മനുഷ്യനെയെങ്കിലും പരിചയപ്പെടണമെന്ന് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹിന്ദുവായ മനുഷ്യനാണ്. അതുകൊണ്ടാണ് അങ്ങയെ വിളിച്ചത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങ് പറഞ്ഞ വാക്കുകൾ അങ്ങയെ മഹത്വമുള്ളതാക്കുന്നു. അങ്ങയെ പരിചയപ്പെടാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമെന്നാണ്. ഏതായാലും പറഞ്ഞു വന്നതിൻ്റെ പൊരുൾ ഇത്രയാണ്: ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ, നല്ല മനുഷ്യനെ നമ്മൾ ആയിട്ട് ബന്ധം സ്ഥാപിക്കുമ്പോൾ അത് വലിയ കാര്യമാണെന്ന് പൊതുവെ സമൂഹം ധരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളതിനൊന്നും വലിയ മെനക്കെടാറില്ല. ക്രിസ്തു പറയുന്നത് ഒരു വഴി കൂടി കടന്നാണ്. നല്ല മനുഷ്യനെ നേടുക എന്നുള്ളത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് നഷ്ടപ്പെട്ടു പോയതിനെ നേടുക എന്നുള്ളതാണ്. നല്ല മനുഷ്യനെ നേടാനായിട്ട് സമൂഹം ശ്രദ്ധിക്കുമ്പോൾ ക്രിസ്തു ഒരു വഴി കൂടി കടന്ന് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ നേടുക എന്ന് പറയുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ ക്രിസ്തുവിന് നഷ്ടപ്പെട്ട മനുഷ്യരുണ്ട്, നമുക്ക് നഷ്ടപ്പെട്ട മനുഷ്യരുണ്ട്. നമ്മുടെ ജീവിത പങ്കാളിയായിരിക്കാം, നമ്മുടെ മക്കളായിരിക്കാം, നമ്മുടെ മാതാപിതാക്കന്മാരായിരിക്കാം, നമ്മുടെ പഴയകാല സുഹൃത്തുക്കളായിരിക്കാം. നഷ്ടപ്പെട്ടു പോയതിനെയൊക്കെ നേടിയെടുക്കേണ്ടതുണ്ട്. ആർക്കു വേണ്ടി നേടണം? 2 കാര്യങ്ങളാണ്. 1, അവനവന് വേണ്ടി നേടണം. 2, ദൈവത്തിന് വേണ്ടി നേടണം. ദൈവത്തിന് വേണ്ടി നേടാനാണ് ദൈവം ആഗ്രഹിക്കുക. എന്നത് വചനത്തിൽ പറയുന്നൊരു കാര്യം: ദൈവത്തിന് വേണ്ടി നേടുമ്പോൾ ദൈവത്തിന് സന്തോഷമുണ്ടാവും, സ്വർഗത്തിൽ സന്തോഷമുണ്ടാവും. നമുക്ക് വേണ്ടി നേടുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാവും. നമ്മുടെ സന്തോഷത്തേക്കാൾ ദൈവത്തിൻ്റെ സന്തോഷത്തിനാണ് പ്രാധാന്യമേറെ എങ്കിൽ നഷ്ടപ്പെട്ടു പോയ, ദൈവത്തിന് നഷ്ടപ്പെട്ടു പോയ വ്യക്തികളെ ദൈവത്തിന് വേണ്ടി നേടുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമായിരിക്കേണ്ടത്. അതിനുള്ള സന്മനസ്സിന് വേണ്ടി, സാഹചര്യത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് തുടരാം.